വെൽക്കം ടു പോളിടെക്നിക്. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുന്ന വീഡിയോ ആണ് ഇടുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് H81 മദർ ബോർഡ്, NVMe 256GB SSD, i3 4th ജനറേഷൻ, 8GB DDR3 റാം. ഇതെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുന്നത്. i3 4th ജനറേഷൻ അറിയാമല്ലോ, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളൊരു CPU ആണ്. അതേപോലെ തന്നെ അത്യാവശ്യം ഗ്രാഫിക്സ് 128 MB ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ഉണ്ട്. ഗ്രാഫിക്സിന് വേണ്ടി ഷെയർഡ് മെമ്മറി 2GB വരെയും ഷെയർഡ് മെമ്മറി ഉണ്ട്. ഇതാണ് നമ്മുടെ ബോർഡിൻ്റെ കൂടുതൽ. ബോർഡ് നമുക്ക് 2000 രൂപ റേഞ്ചിൽ തന്നെ കിട്ടുന്ന ഒരു ബോർഡാണ് H81 മദർ ബോർഡ്. മദർ ബോർഡിൻ്റെ കൂടുതൽ എൻ്റെ ഡ്രൈവർ CD ഉണ്ട്, ബാക്കി ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ബോർഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്തേക്ക് പ്രോസസ്സർ ഇൻസേർട്ട് ചെയ്യാനുണ്ട്, കൂളിംഗ് ഫാൻ ചെയ്യാനുണ്ട്. നമുക്ക് NVMe SSD ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോൾ കിട്ടുന്നതിൽ മാക്സിമം സ്പീഡുള്ള ഒരു സ്റ്റോറേജ് മീഡിയമാണ് NVMe. നമുക്കറിയാമല്ലോ, M.2 മോഡലിൽ തന്നെയുള്ള NVMe ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൺസിസ്റ്റൻ്റ് തന്നെ ഒരു ക്യാബിനറ്റാണ് നമ്മൾ എടുത്തിട്ടുണ്ട്. ജിയോണിക്സ് മോണിറ്റർ, വെൻഡോ ഉപയോഗിച്ച് നമ്മൾ ബൂട്ടബിൾ ആക്കിയിട്ടുള്ള ഒരു പെൻഡ്രൈവ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. Windows 11 Windows 10 ഒക്കെ ഉണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ. അപ്പോൾ നമ്മൾ Windows 10 ആണ് ഇന്നിപ്പോൾ ചെയ്യാനെടുക്കുന്നത്. ഈ സിസ്റ്റത്തിൽ നമുക്ക് Windows 10 ചെയ്ത് അതിൻ്റെ പെർഫോമൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ സ്കൂളൊക്കെ തുടങ്ങിയ സമയമാണല്ലോ, സ്റ്റുഡൻസിനും എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, അധികം റേറ്റ് ഇല്ലാതെ കിട്ടുന്ന ഒരു മോഡൽ കമ്പ്യൂട്ടറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വീട്ടിലെ ഉപയോഗത്തിനും എല്ലാം എടുക്കാം. അത്യാവശ്യം ഓഫീസ് പർപ്പസുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഓഫീസ് ഉപയോഗത്തിനൊക്കെ വേണ്ട നല്ല പെർഫോമൻസ് ഉണ്ട്. ഇത് പുതിയ സിസ്റ്റമായിട്ട് തന്നെയാണ് നമ്മൾ അസംബിൾ ചെയ്യുന്നത്. ഇതിനകത്ത് യൂസ്ഡ് സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാം പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 15,000 റേഞ്ചിലൊക്കെ തന്നെ നമുക്കിത് അസംബിൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിസ്സാര വിലക്ക് തന്നെ നമുക്ക് ചെയ്യാം. i3 i5 i7 ഏത് വേണേലും നമുക്ക് ഉപയോഗിക്കാം. 4th ജനറേഷൻ പ്രോസസ്സറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ വെൻഡോ ഉപയോഗിച്ച് നമ്മൾ അതിനുള്ള ഇൻസ്റ്റലേഷൻ മീഡിയം നമ്മുടെ ഇതിലേക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കോപ്പിങ്ങും പരിപാടിയും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വിൻഡോസിൻ്റെ ഫയൽ കോപ്പിങ്ങും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ എല്ലാ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു അരമണിക്കൂറോളം നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് വരും. 30 മിനിറ്റോളം തന്നെ ലെങ്ത് വരും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് കുറച്ച് ഭാഗങ്ങൾ നമ്മളൊന്ന് സ്കിപ്പ് ചെയ്ത് വിടുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് കാണിച്ചു പോകുന്നത്. നമ്മൾ Windows 10 Pro നമുക്ക് ചെയ്യാം. അതിനകത്തേക്ക് 10 Pro 2022 വെർഷനാണ്. നല്ല സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള എല്ലാ സ്പെസിഫിക്കേഷനും ഉണ്ട്. 256 ആണ് SSD ഇട്ടിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് നിന്നൊരു 100GB കണക്കാക്കി C ഡ്രൈവ് എടുത്ത് 100 120 ഒരു C ഡ്രൈവ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. 120GB നമുക്ക് C ഡ്രൈവ് പിടിച്ച് C ഡ്രൈവിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഒരു ഡ്രൈവ് നമുക്ക് സ്റ്റോറേജിനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ 120 117GB നമുക്ക് കിട്ടുന്ന ആ ഒരു ഡിസ്കിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഇട്ടു. ഫയൽസ് കോപ്പിയിങ് ആണ്. കോപ്പിയിങ് ആയപ്പോൾ നമുക്ക് വലത് സൈഡിൽ നമ്മൾ ക്യാബിനറ്റ് ഓപ്പൺ ആക്കി വെച്ചേക്കുവാണ്. ക്യാബിനറ്റിനകത്ത് കാണാം താഴെയായിട്ട് NVMe സ്ലോട്ടിനകത്ത് ഒരു ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ NVMeയിൽ നമ്മുടെ റീഡ് റൈറ്റ് കാണിക്കുന്ന ഒരു ലൈറ്റ് ഇൻഡിക്കേഷനാണ്. കണ്ടോ, ഒരു ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ NVMe വർക്കിംഗ് ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ക്യാബിനറ്റ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. അത് ഇൻസ്റ്റലേഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാം. ഫയൽ കോപ്പിയിങ് ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചതുപോലെ വിൻഡുഗോ USB നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ചെയ്യുന്ന ഓപ്ഷനുണ്ട്. ഇതിപ്പോൾ അങ്ങനെ ചെയ്യല്ല, നമ്മൾ ബൂട്ടബിൾ പെൻഡ്രൈവ് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. നമ്മൾ ഇതിനകത്തുള്ള NVMe SSDയിലേക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആ പെൻഡ്രൈവൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ NVMe SSD ഇല്ലാണ്ട് തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യാം. പക്ഷേ NVMe SSD ഉപയോഗിക്കുന്നതായിട്ട് പെൻഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ സ്പീഡ് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് NVMe SSDയുടെ സ്പീഡിലേക്കൊന്നും പെൻഡ്രൈവ് എത്തത്തില്ല. അപ്പോൾ വിൻഡോസ് ഏകദേശം അവസാനഘട്ട ഇൻസ്റ്റലേഷൻ്റെ അവസാന ഭാഗത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട്.
വിൻഡോസ് 10 പ്രോ. ഇപ്പോൾ പ്രൊഫഷണൽ വോയിസ് തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഡിവൈസ് ഡ്രൈവർ എല്ലാം ചിലപ്പോൾ ആദ്യം തന്നെ അപ്പാവില്ല. ഒന്നല്ലേ നമ്മൾ CD ഇട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വിൻഡോസിൻ്റെ അപ്ഡേഷൻസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓൺലൈനിൽ നിന്ന് തന്നെ എടുത്തോളും ഡ്രൈവർ. ഇപ്പോൾ ഡിസ്പ്ലേ ഡ്രൈവർ 4000 സീരീസിലുള്ള ഡിസ്പ്ലേ ഡ്രൈവറാണ്. HD ഗ്രാഫിക്സ് 4000 ആണ്. 4000 ഗ്രാഫിക്സ് ഡ്രൈവർ എടുത്തു കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ 128 MB ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ഉണ്ട്. അതുകൂടാണ്ട് 2 GB ഷെയർഡ് മെമ്മറി ഉണ്ട് ഗ്രാഫിക്സിന് വേണ്ടിയിട്ട്. അതെല്ലാം കാണണമെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേ ഡ്രൈവർ അപ്പായെങ്കിൽ മാത്രമേ അത് കാണിക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ നോക്കാം, ഓണായി വരുമ്പോൾ ഡിസ്പ്ലേ ഡ്രൈവർ അപ്പാണോ എന്ന് നോക്കാം. അപ്പായില്ലെങ്കിൽ നമുക്കത് അപ്ഡേഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഡ്രൈവർ സൈഡ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഓണായി വരട്ടെ. പെർഫോമൻസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ i3 വെച്ചാണ് ചെയ്തേക്കുന്നത്. നമുക്ക് i7 ആക്കാം. i7 ആക്കി കഴിഞ്ഞാൽ i7ൻ്റെ 4th ജനറേഷൻ നല്ല സ്പീഡുള്ളതാണ്. നമുക്ക് അത്യാവശ്യം ഗ്രാഫിക്സ് ഉപയോഗങ്ങൾക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. നല്ല ക്ലോക്ക് സ്പീഡും ഉണ്ട്. അതേപോലെ തന്നെ അതിനകത്ത് ലോജിക്കൽ പ്രോസസ്സർ കൂടുതലുണ്ട്. അതിൻ്റെ ക്യാഷ് മെമ്മറി കൂടുതലാണ്. ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്കിപ്പോൾ ഇതെന്തായാലും ഇത് വരട്ടെ. നമുക്ക് ഇതിൻ്റെ അകത്തെ എബൌട്ട് പേജ് നോക്കാം. സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കാമല്ലോ. ഓണായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. വിൻഡോസ് മാത്രം. ഇനി നമുക്ക് അതിന് സോഫ്റ്റ്വെയർ ചെയ്യാണ്ട് ഡ്രൈവർ ചെയ്യാണ്ട് ബാക്കിയുണ്ട്. നമ്മൾ എബൌട്ട് യുവർ PC നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് സ്പെസിഫിക്കേഷൻ. i3 4th ജനറേഷൻ, 8 GB റാം, 64 ബിറ്റിൻ്റെ OS നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ടാസ്ക് മാനേജർ കൂടി എടുത്ത് നോക്കാം. ടാസ്ക് മാനേജർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഡ്രൈവർ അപ്പായിട്ടില്ല. ഇതാണ് എൻ്റെ CPUൻ്റെ സ്പെസിഫിക്കേഷൻ. 3.6 GHz ആണ്. NVMe SSD ആണ് 256. അതേപോലെ ഡിസ്ക് HP യുടെ ഒരു പെൻഡ്രൈവ് വെച്ചാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ